ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി കോമഡിയൊക്കെ ഉള്ള ഒരു എപ്പിസോഡാണ്. കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു എപ്പിസോഡ് വിശേഷം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയോട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ചന്ദ്ര. മൊത്തത്തിൽ ശ്രുതി കള്ളത്തരം പറഞ്ഞിരിക്കുകയാണെന്ന് ബീര പറയുന്നതോടുകൂടി അറിയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് മനസ്സിലാകാണ് ശ്രുതിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കാശിന് ഗതിയില്ലാത്തവളാണ് ശ്രുതി എന്ന്. രേവതിയെക്കാളും കഷ്ടമാണ് ശ്രുതിയുടെ അവസ്ഥ. അപ്പോഴേക്കും ചന്ദ്ര മനസ്സിലോർക്കുക, ഈ പെരുങ്കള്ളി ഇവളെൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം രവിയും മറ്റുള്ളവരും എല്ലാം നിർബന്ധിച്ചതുകൊണ്ടും ശ്രുതി പറഞ്ഞതുകൊണ്ടും ഒക്കെ തിരിച്ച് ശ്രുതിയുടെ ഭാര്യയായിട്ട് ശ്രുതി അവിടെ കയറി കൂടിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്ര ഒരു വഴി കണ്ടെത്താണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പക്ഷേ ചന്ദ്രയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ടും വരികയാണേ. നമ്മുടെ ശ്രുതി ചന്ദ്രയോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. ഈ നാശിച്ചവൾ ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, അല്ലാതെ പറ്റത്തില്ല. എല്ലാവരോടും നിർബന്ധിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട്. ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അവന് വേറെ നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടും. അവൻ എന്താ കുഴപ്പം? എൻ്റെ മോനല്ലേ, അവനൊന്നുമില്ലെങ്കിലും ഒരു നല്ല ബിസിനസ്സുകാരനല്ലേ. എത്ര രൂപ വിറ്റുവരവുണ്ട് അവൻ്റെ കടയിൽ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ ഇവളെ താങ്ങി നടക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കാം. പക്ഷേ അവളുണ്ടല്ലോ, അവൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞ കള്ളങ്ങളുണ്ടല്ലോ, അതൊന്നും ദഹിക്കുന്നതല്ല. അങ്ങനെ ചന്ദ്രയെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഇവിടെ വന്ന് ചന്ദ്രയുടെ വീട്ടിൽ താമസിക്കാമെന്ന് അവൾ ആലോചിക്കുകയും വേണ്ട എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മനസ്സിലാലോചിക്കുക. എന്നിട്ട് ചന്ദ്ര ഭാമയോട് ചെന്ന് പറയുന്നുണ്ട്, ഭാമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരിടം വരെ പോകണം, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാം. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാ ചന്ദ്ര നിനക്ക് പോകേണ്ടത്? അത് നീ എൻ്റെ കൂടെ നാളെ രാവിലെ വരണം. ദൂരെ ഒരു സ്വാമിയെ കാണാൻ പോകാനാ. ശ്രുതിക്കും ഒക്കെ നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിലും പോയി തൊഴാനുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ആ ശരി, ഞാൻ വരാമെന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസം ചന്ദ്ര പോവാണ് കേട്ടോ ഒരു സ്വാമിയെ കാണാനായിട്ട്. അങ്ങനെ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എങ്ങോട്ടാ പോകുന്നത്? അല്ല എടി, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിന്നെ പോലൊരു പൂകെട്ടുകാരിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും. അതെന്തിനാ നീ ചോദ്യം ചെയ്യാൻ വരുന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അല്ല നീ രാവിലെ എന്തിനാ രേവതിയോട് ദേഷ്യപ്പെടുന്നത് ചന്ദ്രേ? നീ എവിടെ പോവാന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ചോദിച്ചതല്ലേ? അല്ല ഇപ്പം ഞാനും ചോദിക്കുക നിന്നോട്, നീ എവിടെ പോവാ? അതെ, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ആ ഒരു ക്ഷേത്രത്തിൽ രാവിലെ പോയി പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾക്കെല്ലാം ദുർബുദ്ധിയല്ലേ, അതുപോലെ ഓരോ മാരണങ്ങളാണ് എൻ്റെ മക്കളുടെ എല്ലാം തലയിൽ വന്ന് കയറിയിരിക്കുന്നത്. അവർക്കൊക്കെ നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണ്ടേ? അതിനു വേണ്ടി ഞാൻ പോവാ, എൻ്റെ കൂടെ ഭാമയുണ്ടെന്ന് പറയാം. അപ്പം രവി പറയാം, ആ ഭാമയുണ്ടോ? ആ 2 പേരും കൂടിയാണല്ലോ പോക്ക്. എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒരു ഉദ്ദേശവും ഇല്ല. അവിടെ പോയി പ്രാർത്ഥിച്ച് വരണം, മക്കൾക്ക് വേണ്ടി വഴിപാട് ചെയ്യണം, അതൊക്കെ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ രവി പറയാം, പോയിട്ട് വാ. അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങാം. ചന്ദ്ര ഇറങ്ങി കഴിയുമ്പോഴേക്കും ചന്ദ്ര ഭാമയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. പോകുന്ന ഒരു സ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ചില ഏലസുകളൊക്കെ ജപിച്ച് കെട്ടിയാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്താൻ പറ്റുമെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുക. അങ്ങനെ ചന്ദ്ര സ്വാമിയുടെ അടുത്ത് കയറി ഏലസ് ജപിക്കുക. അപ്പോൾ കൂടെ നമ്മുടെ ഭാമയും കയറുന്നുണ്ട്. അപ്പോൾ ഭാമയ്ക്ക് കാര്യം എന്താണെന്നൊന്നും പിടി കിട്ടിയിട്ടില്ലേ. അപ്പോൾ ചന്ദ്ര സ്വാമിയോട് പറയാം, സ്വാമി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മൂത്ത മോൻ ശ്രുതി നല്ല സ്വഭാവമുള്ള തങ്കപ്പെട്ട പയ്യനാണ്. അവന് 2-3 ഡിഗ്രിയൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമാണ്, നല്ലൊരു ബിസിനസ്സും ഉണ്ട്. പക്ഷേ അവൻ്റെ തലയിൽ കൂടിയിരിക്കുന്ന മൂദേവി ഉണ്ടല്ലോ, അവളൊരു പേരും കളിയും ദരിദ്രവാസിയാണ്. അപ്പം സ്വാമി ചോദിക്കുക, ആഹാ അങ്ങനെയാണോ? അതേന്നേ, അവൾ നട്ടാ കിളുക്കാത്ത നുണയാ പറഞ്ഞ് എന്നെ പറ്റിച്ച അവൾ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കയറിയത്. അതുമാത്രമല്ല കാശിന് ഗതിയില്ല. അതുപോലുള്ള ഒരുത്തി എൻ്റെ കുടുംബത്തിലുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവൾ വേണ്ട. എൻ്റെ മകനും അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാവരും കൂടെ നിർബന്ധിച്ചത് കൊണ്ട് അവളെ അവിടെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. സ്വാമി, ഞാൻ സത്യം പറയട്ടെ, വേറൊരു കാര്യമില്ല. എന്താന്ന് വെച്ചാലേ
അവൾ ഒരു പെരുങ്കള്ളിയാണ്, നുണ പറഞ്ഞാണ് വിവാഹം നടത്തിയത്. അങ്ങനെയുള്ളവളെ കുടുംബത്തിൽ നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് സ്വാമി എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. അപ്പം സ്വാമി പറയുന്നുണ്ട്, എന്താ അവളെ ഒഴിവാക്കി കിട്ടണം എന്നാണോ? അപ്പോഴേക്കും ചന്ദ്ര പറയാം, അതെ അതെ സ്വാമി മനസ്സങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അവളെ ഒഴിവാക്കണം. എൻ്റെ മകൻ്റെ തലേന്ന് അവളങ്ങ് പോണം. എൻ്റെ മകന് വേറെ നല്ല വിവാഹാലോചന വരണം. ഇവളെ എങ്ങനെയെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഒഴിവാക്കണം. അപ്പോൾ സ്വാമി പറയാം, അത് ശരി എന്നൊക്കെ പറഞ്ഞിരുന്ന് കുറേ മന്ത്രമൊക്കെ ജപിച്ച് എന്തൊക്കെയോ ഏലസൊക്കെ ജപിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഭാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. ഇതിനായിരുന്നു ചന്ദ്ര എന്നെയും വിളിച്ചിട്ട് വന്നത്? ഇങ്ങനെയുള്ള പണിയൊക്കെയാണല്ലോ ഇവിടെ കയ്യിലിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ സ്വാമി ഒരു ഏലസൊക്കെ ജപിച്ച് കൊടുക്കുക ചന്ദ്രയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഈ ഏലസ് കൊണ്ടുപോയി നിങ്ങളുടെ മകൻ്റെ കയ്യിൽ കെട്ടണം. അപ്പോൾ നിങ്ങളുടെ മകനും മരുമോളും തമ്മിൽ നല്ല വഴക്കാകും. അതിനുശേഷം നിങ്ങളുടെ മകൻ മരുമോളെ ഉപേക്ഷിക്കും, അവളെ ഉപേക്ഷിക്കും, അവൾ ആ വീട്ടിൽ നിന്ന് അങ്ങ് പൊക്കോളൂ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. ചന്ദ്ര ഇങ്ങനെ മനസ്സിലോർക്കൂ, വളരെ നന്ദി സ്വാമി, വളരെ നന്ദി എന്ന് പറഞ്ഞ് സ്വാമിയുടെ കാക്കലൊക്കെ വീണ് തൊഴുത ദക്ഷിണയൊക്കെ നല്ലൊരു തുകയൊക്കെ കൊടുത്തിട്ട്, സ്വാമി ഇത് ഫലിക്കുമല്ലോ, എന്താ നിങ്ങൾക്ക് സംശയം, ഇതെല്ലാം ഫലിക്കും എന്ന് സ്വാമി പറയാം. അങ്ങനെ ചന്ദ്ര ഇതുമൊക്കെ ആയിട്ട് ഈ ഏലസുമായിട്ട് പുറത്തിറങ്ങുക. അപ്പോൾ കൂടെ നിൽക്കുന്ന ഭാമ ഇതൊക്കെ എന്തൊരു കളിയാ, എൻ്റെ ദൈവമേ ഇതൊക്കെയാണ് ഇവൾ ചിന്തിച്ചതെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേ. അപ്പോൾ ഭാമ ഇറങ്ങിയോണ്ടേ ചോദിക്കുക, എൻ്റെ ചന്ദ്രേ നീ ഇതിനാണ് എന്നെയും കൂട്ടിക്കൊണ്ട് വന്നത്? ശ്രുതിയുടെ സ്ഥലം ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ഏലസൊക്കെ കെട്ടുന്നത്. ഇത് കെട്ടിയ വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ? എടി നടക്കുവടി, നല്ല സ്വാമിയാണ് ഈ സ്വാമി പറഞ്ഞ അത് അച്ചട്ട ചെയ്തു തരുന്നതിനെല്ലാം നല്ല ഗുണമുണ്ട്. അതുകൊണ്ടേ ഈ ഏലസ് കൊണ്ടുപോയി ഞാൻ എൻ്റെ മോൻ ശ്രുതിയുടെ കയ്യിൽ കെട്ടും. ആ നാശം പിടിച്ചവളുണ്ടല്ലോ, ആ പെരുങ്കള്ളി ശ്രുതി, അവൾ ഒഴിഞ്ഞു പോകണം. എൻ്റെ മകന് വേറെ നല്ല വിവാഹമൊക്കെ നടക്കണം. അതാ എൻ്റെ ഉദ്ദേശം എന്ന് പറയാം. എന്നിട്ട് ഈ ഏലസ് കൈ പിടിച്ചിട്ട് പറയാം, ഇനി ഒരാൾക്ക് വേണ്ടിയിട്ട് കൂടി ഈ ഏലസ് ഉണ്ടാക്കണം. ഒരു പ്രാവശ്യം കൂടി നമുക്കിവിടെ വരണം ഭാമി എന്ന് പറയാം. അപ്പോൾ ഭാമ ചോദിക്കുക, അതിനി ആർക്ക് വേണ്ടിയിട്ടാണാവോ അടുത്തത്? അതെൻ്റെ മോൻ സച്ചിക്ക് വേണ്ടിയിട്ട്. ആ രേവതിയില്ലേ, ആ മാലകെട്ടുകാരി, ആ നാശം പിടിച്ചവൾ കൂടി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഈ 2 ദരിദ്രവാസികളും പോയാലേ എൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇനി വരുമ്പോൾ ഏലസ് സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് രേവതിയെ അവൻ്റെ തലേന്ന് ഒഴിവാക്കും. അപ്പോൾ മാമ പറയാം, എൻ്റെ പൊന്ന് ചന്ദ്രേ, നീ ഇങ്ങനെയൊക്കെ പറയാതെ. ശ്രുതിയുടെ കാര്യം പറഞ്ഞത് പിന്നെ അവൾ കുറേ നുണയൊക്കെ നിന്നോട് പറഞ്ഞു എന്ന് വെക്കാം. എന്നിട്ടും ആ പാവം പിടിച്ച രേവതിയുടെ തലയിൽ നീ കയറുന്നുണ്ടല്ലോ. രേവതി എന്ത് ചെയ്തിട്ടാ അവളുടെ തലയിൽ ഇങ്ങനെ കയറുന്നത്? അവൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉപകാരമല്ലാതെ ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നീ അവളുടെ തലയിൽ കയറുന്നത്? അവളെ ഒഴിവാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ ചന്ദ്രേ? ഭാമ നീ ഒന്നും മിണ്ടണ്ട. രേവതി എന്ന് പറഞ്ഞവളുണ്ടല്ലോ, അവളും കാശിന് ഗതിയില്ലാത്തവൾ തന്നെയാ ഈ ശ്രുതിയെപ്പോലെ. അവളെ ഒഴിവാക്കേണ്ടത് എൻ്റെ ആവശ്യം. അടുത്ത തവണ വരുമ്പം അവളെ ഒഴിവാക്കാനുള്ള പണിയൊക്കെ ഞാൻ നോക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഏലസൊക്കെ ആയിട്ട് ചന്ദ്ര പോവുക. എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഈ ഏലസ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് വേണം ശ്രുതിയെ ഒഴിവാക്കാൻ എന്നൊക്കെയാണ് ചന്ദ്രയുടെ മനസ്സിൽ കേട്ടോ. അതേസമയം അവിടെ ഒരു ട്വിസ്റ്റ് കൂടി നടക്കുന്നുണ്ടേ. നമ്മുടെ ശ്രുതിയും ഈ സമയം പോയിട്ട് ഈ സ്വാമിയെ കാണുന്നുണ്ട്. ശ്രുതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രുതി പറയുന്നുണ്ടേ, അതെ ഒരു കാര്യമുണ്ട് സ്വാമി എനിക്ക് പറയാൻ. സ്വാമി എനിക്ക് വേണ്ടിയിട്ട് ഈ ഉപകാരം ചെയ്യണമെന്ന് പറയാം. അല്ല എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് സ്വാമി. അപ്പോൾ പറയുന്നുണ്ട്, സ്വാമി എൻ്റെ ഭർത്താവുണ്ടേ ഒരു അമ്മക്കോന്തന. അയാളുടെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ആ തള്ളയാണെങ്കിൽ എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അതുകൊണ്ട് എന്നെ അവനെയും കൂടെ തെറ്റിക്കാനുള്ള ഓരോ പണി നോക്കുക. എന്നാലേ അവനാണെങ്കിൽ അമ്മയുടെ പുറകെ വാലുവാട്ടി നടക്കുക. അമ്മയും അവനും കൂടി ഒന്ന് തെറ്റണം, എന്നാലേ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കൊരു വിലയുണ്ടാവില്ല. സ്വാമി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. മാത്രമല്ല സ്വാമിയെക്കുറിച്ച് എല്ലാവരും പുറത്ത് നല്ലതാ പറയുന്നത്. സ്വാമി ഏലസ് ജപിച്ചു തന്നാൽ അതൊക്കെ അച്ചട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ അറിഞ്ഞു കേട്ടാ സ്വാമി ഞാനും ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടതൊക്കെ ശരി തന്നെയാ, ഞാൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അച്ചട്ടാണ്. അത് നാട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വാമിയും പറയുക. അപ്പം ഉടനെ ശ്രുതി പറയാം, എന്നാൽ എന്തെങ്കിലും ചെയ്യുക സ്വാമി എന്ന് പറയാം. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഞാനൊരു ഏലസ് ജപിച്ച് തരാം. അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ട് കെട്ടണം. അപ്പം പിന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയും തമ്മിൽ വഴക്കുണ്ടായിക്കോളും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടക്കൂന്നേ. അപ്പം പിന്നെ നീ അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. എന്നിട്ട് സ്വാമി കുറേ മന്ത്രമൊക്കെ ചൊല്ലി ഒരു ഏലസ് എടുത്ത് ജപിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലും. ശ്രുതി ഇത് കിട്ടിക്കഴിയുമ്പോഴേക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് എണീക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, ഏലസ് കിട്ടി, ഇതൊന്ന് കൊണ്ടുപോകുന്ന ആ ശ്രുതിയുടെ കയ്യിൽ കെട്ടും ഞാൻ.
ഇത് കഴിയുമ്പം അവനും ആൻറ്റിയും കൂടെ അടിയുണ്ടാവും, രണ്ടും കൂടെ ഉടക്കി പിണങ്ങി നിൽക്കണം, എന്നാലേ ഉള്ളൂ എനിക്കവിടെ വിജയമുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന കേട്ട് അവൻ നടക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഇതും കൂടെ ശ്രുതിയും വീട്ടിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് നമ്മുടെ ചന്ദ്ര അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. ഈ ഏലസൊക്കെ കൊണ്ടുവന്നു അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുക. എന്നിട്ട് വന്നു. അപ്പം അവിടെ ആ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും ഒക്കെ നിൽക്കുമ്പോൾ ഈ ഏലസൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഏലസ് നമ്മുടെ സച്ചി കാണും. സച്ചി ഏലസ് കണ്ടിട്ട് ഉടനെ തന്നെ എടുത്തിട്ട് അമ്മ അമ്പലത്തിലൊക്കെ പോയി ഏലസൊക്കെ ചെവിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ ഏലസ് ഇത് എന്തിനാമ്മേ കൊണ്ടുവന്നത്? ഇത് ആരുടെ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാ? ഓ, അച്ഛന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരിക്കും, പൂജിച്ചുകൊണ്ട്. അമ്മ അച്ഛന് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാം. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ ചന്ദ്ര. ഒന്ന് സച്ചി പോയി ഏലസ് എടുത്തിട്ട് രവിയുടെ കൈ കെട്ട്. അച്ഛൻ്റെ കൈ കാണിച്ചേ, ഈ ഏലസ് അച്ഛൻ്റെ കൈ കെട്ടട്ടെ, അച്ഛന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ച് പൂജിച്ച് കൊണ്ടുവന്ന ഏലസാ, ഇത് അച്ഛൻ്റെ കയ്യിലേക്ക് അങ്ങ് കെട്ടെന്ന് പറയാം. അങ്ങനെ രവിയുടെ കയ്യിലേക്ക് അത് സച്ചി കെട്ടിക്കൊടുക്കുക. അപ്പോഴേക്കും ചന്ദ്ര പറയാം, എടാ ആ ഏലസ് എന്തിനാണോ എടുത്തത്? അതെടുത്ത് എന്തിനാണോ നിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കെട്ടിയത്? അപ്പം ഉടനെ തന്നെ പറയാണ് സച്ചി, അത് അച്ഛന് വേണ്ടി കൊണ്ടുവന്നല്ലേ, അമ്മ എപ്പോഴും അച്ഛന് വേണ്ടിയല്ലേ വഴിപാടുകളൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത്, അച്ഛന് വേണ്ടി കൊണ്ടുവന്ന ഏലസ് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അച്ഛന് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ചന്ദ്ര പറയാം, എടാ ആ ഏലസ് അഴിക്കടാ ഏലസ് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സച്ചി ചോദിക്കും, അതെന്താ അത് അച്ഛൻ്റെ കയ്യിൽ കിടന്നാൽ? അത് നീ അഴിക്ക്, അത് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏലസ എന്ന് പറയാം. ഓഹോ, അപ്പം സച്ചി അങ്ങ് ദേഷ്യം വരുക. സച്ചി പറയാം, ഓഹോ, അപ്പം മൂത്ത മോന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ, അവൻ്റെ ബിസിനസ്സൊക്കെ വളരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും അവന് നല്ല വരാൻ വേണ്ടിയിട്ട് അമ്മ ഏലസ് കൊണ്ടുവന്നു, അച്ഛന് പോലും കൊണ്ടുവന്നില്ല. കണ്ടോ അച്ഛാ, ഇത്രയ്ക്കേ ഉള്ളൂ അമ്മയുടെ കാര്യം. നമുക്ക് ആർക്കും ഏലസും ഇല്ല, പ്രാർത്ഥനയില്ല, പൂജയില്ല, ശ്രുതി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. ശ്രുതിക്ക് വേണ്ടിയിട്ട് ഏലസ് വരെ പൂജിച്ച് കൊണ്ടുവന്നിരിക്കുക. ഇനി നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വല്ലാതെയൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയേടാ ആ ഏലസ് അത് അഴിക്കുക അച്ഛൻ്റെ കയ്യിൽ. ഇപ്പം അഴിക്കുന്നില്ല ഏലസ്. അങ്ങനെ ശ്രുതിക്ക് മാത്രം നല്ലത് വന്നിട്ട് കാര്യമൊന്നുമില്ല, അച്ഛൻ്റെ കയ്യിൽ അത് കിടക്കട്ടെ, അച്ഛനും കൂടെ നല്ലത് വരട്ടെ. അച്ഛന് വയ്യായികയൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ മാറി അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ടിരിക്കട്ടെ. അച്ഛൻ ആ ഏലസ് അഴിക്കണ്ട, അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ കിടന്നാൽ മതി, അവൻ്റെ കയ്യിൽ അത് കെട്ടണ്ട എന്ന് സച്ചി പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, എടാ അത് അഴിക്കടാ അച്ഛൻ്റെ കയ്യിൽ നിന്ന്. അല്ല, എന്തിനാ ഇപ്പോൾ അത് അഴിക്കുന്നത്? എടാ അത് ഞാൻ ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന്, എനിക്ക് മനസ്സിലായല്ലോ. എടാ ആ ഏലസ് ശ്രുതിക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ, പ്രത്യേകം പൂജിച്ച്. ഇത് അവൻ്റെ കയ്യിൽ കെട്ടണം, അവനൊരു കുട്ടി ഉണ്ടാവണ്ടേ, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ, അതിനു വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് പൂജിച്ച് കൊണ്ടുവന്ന ഏലസായത്. അപ്പോഴേക്ക് സച്ചി പറയാം, അയ്യോ അങ്ങനെയാണോ അച്ഛാ, എന്നാൽ പിന്നെ ആ ഏലസിങ് അഴിച്ചു തന്നേക്ക്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഏലസ് അഴിച്ചേക്കാന്ന് പറഞ്ഞ് സച്ചി അഴിക്കുക. എന്നിട്ട് പറയാം, നന്നായി ഈ ഏലസ് ഇപ്പോഴേലും അഴിച്ചത്, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഇത് പറയാൻ തോന്നിയല്ലോ. ഈ വയസ്സാം കാലത്ത് അച്ഛൻ്റെ കയ്യിൽ ഈ ഏലസ് കെട്ടിയിരുന്നെങ്കിൽ പിന്നെ നാണക്കേടായേനെ. ഇനിയിപ്പോൾ ഇത്രയും 3 മക്കളുണ്ട്, അതുകൊണ്ട് തന്നെ അച്ഛൻ പൊറുതി മുട്ടി നിൽക്കുക. ഇനി വയസ്സാം കാലത്ത് ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ എന്തൊരു ബുദ്ധിമുട്ടായേനെ, എനിക്ക് നാണക്കേടായേനെ. നന്നായി അമ്മ അത് പറയാൻ തോന്നിയത്, ഇല്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ എന്തെങ്കിലും പറയുക സച്ചി. ഭയങ്കര കോമഡിയാവും, എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് ചിരിക്കുക. എന്നിട്ട് ഈ ഏലസ് സച്ചി ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇന്ന് അമ്മ ഏലസ് ഇത് കൊണ്ടുപോയി ശ്രുതിയുടെ കയ്യിൽ തന്നെ കെട്ടിക്കൊടുത്തു, അവന് കുട്ടികളുണ്ടാകട്ടെ, അച്ഛനെ വെറുതെ വിട്ടേക്കേ എന്ന് പറയാം. അപ്പോൾ ഈ ചന്ദ്ര ഏലസുമായിട്ട് ഇനി ശ്രുതിയുടെ അടുത്ത് ചെല്ലണമല്ലോ, ശ്രുതിയുടെ അടുത്ത് എന്ന് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണ്ടേ, അതിന് പോവുക. അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് ചിരിക്കുക ഈ കോമഡിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര രേവതിയോട്, എന്താണ് നിന്ന് കിളിക്കുന്നത്, നീ എന്നെ കണ്ടിട്ടാണ് ഈ കിളിക്കുന്നത്, ഇത്ര ചിരിക്കാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഏയ് ഒന്നുമില്ല, സച്ചിയേട്ടൻ പറയുന്ന കേട്ട് ഞാനൊന്ന് ചിരിച്ചെന്നേ ഉള്ളൂ, ചിരിക്കണ്ട, നിൻ്റെ ചിരിയൊക്കെ അങ്ങ് മതിയാക്കിയേക്ക് കേട്ടോ, ഇവിടെ ചിരിക്കാൻ മാത്രം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നെ കളിയാക്കി നീ ചിരിക്കുകയും വേണ്ട എന്നും പറഞ്ഞ് വലിയ ഗൗരവത്തിൽ ആ ഏലസും ഒക്കെ ആയിട്ട് ശ്രുതിയുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ സച്ചി പറയാം, അച്ഛാ നന്നായി ഏലസ് ഊരിയതല്ലേ. അപ്പോൾ രവി പറയാം, എടാ പോടാ നീ മിണ്ടാതിരിക്കടാ എന്ന് പറയാം. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ റൂമിൽ ചെല്ലുക. അപ്പോൾ ശ്രുതി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന സമയത്താണ് ചെല്ലുന്നത്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുക, അല്ല എന്താ അമ്മേ, എന്താ വന്നേ? അല്ല മോനെ നിൻ്റെ കൈ ഇങ്ങ് കാണിച്ചേന്ന് പറയും. എന്താ? ഇതൊരു ഏലസ, ഇത് ഞാനൊരു അമ്പലത്തിൽ പോയി പൂജിച്ചു കൊണ്ടുവന്നാ, ഇത് നിൻ്റെ കയ്യിലേക്ക് അങ്ങ് കെട്ടാനാന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുക, എന്തിനാ അമ്മ ഇപ്പോൾ ഏലസൊക്കെ കെട്ടുന്നത്, എനിക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് പറയാം.
അപ്പോൾ പറയും, എടാ നീ അങ്ങനെയൊന്നും വിശ്വസിക്കാതിരിക്കണ്ട, ഇത് എന്തിനാണെന്നറിയാമോ, നിനക്ക് ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാവാനാ. ഇപ്പം ചെറിയൊരു തള്ളലല്ലേ, ഇനി നീ വലിയ വലിയ ബിസിനസ്സുകാരനാകണം, നിൻ്റെ ബിസിനസ് ഉയർന്ന് നീ ഒരു മൾട്ടി മില്യനെയറൊക്കെ ആവണം, അതിനു വേണ്ടി അമ്മ പ്രത്യേകം പൂജിച്ചു കൊണ്ടുവന്നതാ, അതിങ്ങോട്ട് താ, നിൻ്റെ കയ്യിൽ കെട്ടാന്ന് പറയാം. അങ്ങനെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്ര കയ്യിൽ ഈ ഏലസ് കെട്ടി കൊടുത്തിട്ട് ആ മോനെ പോവാന്നൊക്കെ പറഞ്ഞ് പോവാ. അപ്പോൾ ശ്രുതി ബിസിനസ്സൊക്കെ രക്ഷപ്പെടാനാണല്ലോ എന്നൊക്കെ വെച്ച് സന്തോഷിച്ച് നിൽക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ ശ്രുതി വരുക. ശ്രുതി വേറെ ഏലസും കൊണ്ടാണ് വരുന്നത്. ചന്ദ്രയും ആയിട്ട് തെറ്റാൻ വേണ്ടിയിട്ടുള്ള ഏലസല്ലേ അതുമായിട്ട് ശ്രുതി വരുക. ശ്രുതി വന്നിട്ട് പറയാം, ശ്രുതി നിൻ്റെ കൈ ഇങ്ങ് കാണിച്ചേ എന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ അല്ല കൈ ഇങ്ങ് കാണിക്കടാന്ന് പറയാം. ഈ ഏലസ് ഒന്ന് നിൻ്റെ കയ്യിലേക്ക് കെട്ടട്ടെ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ ഇനി ഈ ഏലസ് കെട്ടുന്നത്, നീ ഏലസും കൊണ്ടുവന്നോ, ഈ കയ്യിൽ അമ്മ ഏലസ് കെട്ടിയിരിക്കുക, പിന്നെ ഇനി നീ കൊണ്ടുവന്ന് എന്തിനാ ഏലസ് കെട്ടുന്നത്, ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകാൻ അമ്മ കൊണ്ടുവന്ന് ഏലസ് കെട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഉടനെ തന്നെ ശ്രുതി പറയാം, അതെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാകിയൊക്കെ ഇല്ലേ, ഇപ്പം ആകെപ്പാടെ ടെൻഷനൊക്കെ അല്ലേ, അതൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ഞാൻ പറഞ്ഞ് പൂജിച്ചു കൊണ്ടുവന്ന ഏലസാ, ഇത് നിൻ്റെ കയ്യിൽ കെട്ടണം എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും പറയാം, ദേ അമ്മ എൻ്റെ കയ്യിൽ ഏലസ് കെട്ടിയിട്ടുണ്ട്, അമ്മ കെട്ടി ഏലസ് അവിടെ കിടന്നോട്ടടാ, നിൻ്റെ മറ്റേ കയ്യിലായി ഏലസ് അങ്ങ് കെട്ടാം, ഇങ്ങോട്ട് താന്ന് പറയാം. അങ്ങനെ മറ്റേ കയ്യിൽ ഏലസ് കെട്ടാൻ പോവാം. അങ്ങനെ ഏലസൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതിയുടെ 2 കയ്യിലും ഏലസാണ്, 2 പേരും കെട്ടി വെച്ചിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. രാവിലെ ആവുമ്പോഴേക്കും ശ്രുതിയുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാണ് ശ്രുതിയുടെ ഷർട്ടുകളൊക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേപ്പോട്ട് ഇങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി കുളിക്കാനായിട്ട് കയറിയിരിക്കുക. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ശ്രുതി ഓർക്കും, പെട്ടെന്ന് വേറെ തുണി വെളിയിൽ കിടപ്പുണ്ടല്ലോ, അതും കൂടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോവാ കുറച്ച് തുണിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പുതിയ ഷർട്ട് തേച്ചൊക്കെ വച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അതിങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി കൈ എടുക്കുമ്പോഴേക്കും തേപ്പോട്ട് ഇങ്ങനെ കുത്തി സ്വിച്ച് ഓണാക്കി വെച്ചിരിക്കുകയാണ് ശ്രുതി. അതിലേക്ക് ചെന്ന് മുട്ടു ശ്രുതിയുടെ കൈ ആണെങ്കിൽ പൊള്ളു. ശ്രുതി അയ്യോ എൻ്റെ കൈ പൊള്ളിയേ എല്ലാവരും ഓടി പറഞ്ഞേ ഇതെന്താന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കാറുക. അപ്പോൾ ശ്രുതി ഓടി വരുന്നുണ്ട്, എന്താ ശ്രുതി എന്ന് ചോദിക്കുക. അല്ല നീ എന്ത് പണിയാ ശ്രുതി ഈ കാണിച്ചിരിക്കുന്നത്, തേപ്പോട്ടി കുത്തി ഇട്ടിട്ട് പോയിരിക്കുക, ഞാൻ അറിഞ്ഞു ഇതിപ്പം, എന്നിട്ട് ഷർട്ടും എടുത്ത് വെച്ച് ഞാൻ വന്നപ്പോൾ അത് എൻ്റെ കൈ മുട്ടി, എൻ്റെ കൈ പൊള്ളിയത് നീ കണ്ടില്ലേ. അപ്പോൾ ശ്രുതി പറയാം, ഞാൻ വേറെ തുണി എടുക്കാൻ വേണ്ടി പോയതാ ശ്രുതി എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഓർത്തപ്പോൾ പെട്ടെന്ന് പോയതാന്ന് പറയാം. അപ്പോൾ ശ്രുതി വീണ്ടും ദേഷ്യപ്പെടുക, പിന്നെ പെട്ടെന്ന് പോയി, നിനക്ക് ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓർമ്മയില്ലല്ലേ, ഇപ്പം എൻ്റെ കൈ പൊള്ളിയത് നീ കണ്ടില്ലേ, ഇത് നാശമായില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി, ആഹാ നീ അത്ര കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, തേപ്പോട്ടി ഞാൻ കുത്തി സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് നീ കണ്ടതല്ലേ, എന്നിട്ട് പിന്നെ കൈ കൊണ്ട് അതിൻ്റെ മൂട്ടിക്കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ, കൈ പൊള്ളിക്ക് കണക്കായിപ്പോയി, അത് നോക്കണമായിരുന്നു സ്വിച്ച് ഓൺ ആണോ എന്ന്, ഞാനിവിടെ യന്ത്രമൊന്നും അല്ലല്ലോ, ഞാൻ പോയേ തുണി എടുക്കാൻ പോയതാ, എനിക്കിപ്പം ഇത്രയൊക്കെ പറ്റുള്ളൂ, വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കണമായിരുന്നു. അപ്പോൾ ശ്രുതി പറയാം, ആഹാ നീ ഇപ്പോൾ എൻ്റെ തലയിൽ കയറിക്കൊണ്ട് വരാണോ, എൻ്റെ കൈ പൊള്ളിയതും പോരാ രാവിലെ തുടങ്ങി നാശം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ഭയങ്കര വഴക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വഴക്ക്. ഇത് കേട്ടോണ്ട് നമ്മുടെ ചന്ദ്ര വിളി നിൽക്കുക. ചന്ദ്ര മനസ്സിലോർക്കുക, ഏലസ് ഫലിച്ചു, നമ്മുടെ പൂജാരി പറഞ്ഞതുപോലെ തന്നെ ആ ഏലസ് അവൻ്റെ കയ്യിൽ കെട്ടിയപ്പം ദേ അവനും അവളൂടെ പൊരിഞ്ഞ അടിയായി. 2 പേരൂടെ അടിയായി. ഇനിയിപ്പോൾ അടിച്ചു പിരിഞ്ഞോളും, ഞാനും കൂടെ ഇടയ്ക്ക് ചെന്നൊന്ന് തിരി കയറ്റി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര അങ്ങോട്ട് ചെല്ലുക. ചന്ദ്ര കയറി റൂമിലേക്ക് ചെന്നേച്ച്, എന്താ മോനെ ശ്രുതി, എന്താ നിങ്ങൾ തമ്മിലെ പ്രശ്നം എന്നങ്ങോട്ട് ചോദിക്കുകയും നല്ല ദേഷ്യം വന്ന് നിൽക്കുക ശ്രുതിയൊക്കെ എന്താമേ എന്ന് ചോദിക്കുക. അല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. എന്നിട്ട് ശ്രുതിയെ കുറേ ചീത്ത പറയുക ചന്ദ്ര. ശ്രുതി നിനക്ക് ശ്രദ്ധിക്കാൻ മേലായിരുന്നു, തേപ്പ് പൊട്ടി കുത്തി കിട്ടപ്പം എൻ്റെ മോനെ കയ്യേ ഇപ്പോൾ പൊള്ളിയുള്ളൂ, അവനെ കറണ്ട് അടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നിനക്കൊരു ശ്രദ്ധയില്ല, അവന് വെറുതെ വിടുകയല്ല, ഇങ്ങനെ നാശം പിടിക്കാൻ പെരുകളി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ നേരെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ശ്രുതിയും തുടങ്ങുകയാണേ. അപ്പം നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരിക. ശ്രുതി പെട്ടെന്ന് ചന്ദ്രയുടെ നേരെ തുടങ്ങുക. എന്താ അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഞാൻ ശ്രുതിയും കൂടെ വഴക്കാണെങ്കിൽ അമ്മയ്ക്ക് എന്താ ചെയ്തം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്, എൻ്റെ മുറിയിൽ ഇപ്പം കയറി വരാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ, എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നാശം പിടിക്കാൻ, ഇങ്ങനെ വന്നോളൂ ഓരോരുത്തർ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ നേരെ. ചന്ദ്ര അന്തം വിട്ടു പോവാണ്. ഇവർ രണ്ടുകൂടെ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും വീണ്ടും ഇവർ രണ്ടുകൂടെ വഴക്ക് മാറിയിട്ട് എൻ്റെ നേരെയായോ എന്നിങ്ങനെ വിചാരിക്കാം. അപ്പോൾ ശ്രുതി ഓർക്കുക, ആ ഏലസ് ഫലിച്ചു കേട്ടോ. അതേണ്ടേ ശ്രുതി ഇപ്പോൾ ഒരു കാരണമില്ലാതെ അമ്മയുടെ നേരെ വെക്കിട്ട് കയറുന്നു. അമ്മയുടെ നേരെ നിന്ന് സംസാരിക്കാത്ത ശ്രുതിയാ ഈ പാൻറ്റിയോട് എന്തെല്ലാമാ പറഞ്ഞത്. കൊള്ളാം ഏലസ് കൊള്ളാമെന്ന് വിചാരിക്കുക.
അപ്പോൾ ചന്ദ്ര വെളിയിലിറങ്ങി ഇങ്ങനെ ഇരിക്കുക റൂമിൽ നിന്ന്. സുതി ആട്ടി ഇറക്കി വിട്ടല്ലോ. അപ്പോൾ തന്നെ ചന്ദ്ര ചിന്തിക്കുകയാണേ, അയ്യോ ഇതെന്താ പറ്റിയത്? ആ ഏലസിന് അപ്പം ശക്തിയില്ലേ? ഏലസ് അവൻ്റെ കയ്യിൽ കെട്ടിയിട്ടും അവൻ എന്നെയും ചീത്ത വിളിക്കുകയാണല്ലോ. ആ ഇതിലൊക്കെ വലിയ വിശ്വാസിക്കുന്ന കാര്യമൊന്നുമില്ലായിരിക്കും അല്ലേ? മാമ പറഞ്ഞ പോലെ ഇതൊക്കെ കള്ളത്തരാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ ഇരിക്കുകയാണേ. അതേസമയം നമ്മുടെ ചന്ദ്ര നല്ല ചീത്തയൊക്കെ കേട്ട് സുധിയുടെ കയ്യിൽ നിന്ന് വെളിയിലിറങ്ങി വരുന്നത് സച്ചിയും രേവതി. ആ സമയത്ത് തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും എല്ലാം ഉണ്ട്. ചന്ദ്ര അവിടെ ഇരുന്ന് കരയുക. എൻ്റെ മോൻ സുധി എന്നെ വഴക്ക് പറഞ്ഞേ, ഇതുവരെ അവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, എൻ്റെ നേരെ നിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, അതേണ്ട ഇപ്പം അവൻ എന്നെ ചീത്തയും പറഞ്ഞു എല്ലാം പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചന്ദ്ര പൊട്ടിക്കരയാണ്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുക, സുധി രേവതിയൊക്കെ വന്ന് ചോദിക്കുക, എന്താ അമ്മ എന്തിനാ കരയുന്നത്? നീ പോടി, എന്നോട് ആരും സംസാരിക്കാൻ വരണ്ട. സുധി അവൻ എന്നെ ചീത്ത പറഞ്ഞു, എല്ലാത്തിനും കാരണം ആ ശ്രുതിയാ, ആ നശിച്ചവള് കാരണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇരുന്ന് പൊട്ടിക്കരയുക. അപ്പോഴേക്കും വർഷ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. ആഹാ അമ്മ സുധി വഴക്ക് പറഞ്ഞോ? ആ കൊള്ളാമല്ലോ, എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് വർഷ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ കാലി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളാണ് വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.